നിർമ്മലേ വേണ്ട. കൃതി നിന്നോട് ഞാൻ പറഞ്ഞതാണ് പുറത്തേക്ക് പോകാൻ. നിർമ്മലേ, ഇവള് വകതിരിവില്ലാതെ എന്തെങ്കിലും കാണിച്ചാലും നമ്മളങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ ചോരയാ ഇവള്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? തനിക്കിതിന് മറുപടി ഒന്നും കാണില്ലെന്ന് എനിക്കറിയാം. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? നിനക്ക് പുതിയ കൂട്ടുകാരുടെ അടുത്ത് തന്നെ അവിടെ ഇരിക്കാൻ പാടില്ലായിരുന്ന? നീ എന്നോട് ചെയ്താലും നിന്റെ അമ്മയോട് നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം വേറൊരാളും സ്വന്തം മകൾക്ക് വേണ്ടി ഇത്രയും നാണം കെട്ടിട്ടുണ്ടാവില്ല. ഉറപ്പാ. അമ്മയുടെ സങ്കടം ഞാൻ മാറ്റിക്കോളാം. നീ എങ്ങനെ മാറ്റും? നീ പുറത്തേക്ക് വെക്കേ, അല്ലാതെ ഇവിടെ രണ്ടുകൂടെ കിടന്ന് തല്ലുണ്ടാക്കരുത്. അമ്മ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. നിർമ്മലേ, ഒരു കാര്യം ഞാൻ പറയാം. നിന്നെ കൊണ്ട് ഇവളോട് പുറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിന്റെ പേരിൽ ഈ രാത്രി ഇവിടെ കിടന്ന് ബഹളം വച്ചാ നമ്മളെ അവരിവിടുന്ന് പുറത്താക്കും. തമ്മി തല്ലി നിൽക്കുന്ന നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ അവർക്ക് എളുപ്പമാണ്. അത് നീ മറക്കരുത്. അത് ആരും മറക്കരുത്. ആ നിർമ്മലേ വേണ്ട. കൃതി നിന്നോട് ഞാൻ പറഞ്ഞതാണ് പുറത്തേക്ക് പോകാൻ. നിർമ്മലേ, ഇവള് വകതിരിവില്ലാതെ എന്തെങ്കിലും കാണിച്ചാലും നമ്മളങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ ചോരയാ ഇവള്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? നിർമ്മലേ വേണ്ട വേണ്ട. എന്തായി കാണുന്നത്? നീ കൊള്ളാൻ കേട്ടോടി. ആയ കാലത്ത് നിന്നെ ഒരു സിനിമാ നടിയെ വല്ലോ ആക്കിയിരുന്നെങ്കിൽ നീ അങ്ങ് തിളങ്ങിയേനെ. അമ്മയുടെ അഭിനയം മോശമാണോ? എന്റെ അമ്മേ, നമ്മൾ തമ്മിൽ കൊത്തിച്ചാവൂന്ന എല്ലാരും കരുതിയിരിക്കുന്ന. അപ്പൊ നിങ്ങൾ തമ്മില് പോട്ടിയല്ലേ? എന്റെ ഉദയേട്ടാ, ഞാനും ഇവളും കൂടെ തെറ്റൂന്ന് ഉദയേട്ടന് തോന്നുന്നുണ്ടോ? അച്ഛാ, ഇപ്പൊ ഞാൻ ഗാഥയുടെ കൂടെ കൂടിയിട്ടുള്ളതേ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ 2 ഗാഥയുണ്ടല്ലോ, അതിലൊരാളെ അന്വേഷിച്ച അത് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പറയൂ ഉദയേട്ടാ, അവള് തന്നെ പറയും. അതുപോലെ ഇവിടെ കളരിക്കലുള്ളവരുടെ മുന്നിൽ അമ്മയും മകളും ശത്രുക്കളാ, പാമ്പും കീരിയും പോലെ. അതൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടേ ഇടയ്ക്ക് ഇങ്ങനെ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അച്ഛൻ അതൊന്നുകൂടെ ഒന്ന് കൊഴുപ്പിച്ചാ മതി. അത് ഞാൻ ഏറ്റ്. എന്താ ഞാൻ ഈ കേൾക്കുന്നേ? അതെ, എന്നാ പിന്നെ നിങ്ങൾക്കത് എന്നോട് കൂടി നേരത്തെ പറഞ്ഞ പോരായിരുന്ന? ഇനി ഞാൻ ഏറ്റ്. ആരുടെ മുന്നിൽ വെച്ച് എങ്ങനെ തമ്മി തല്ലിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് ഞാൻ ചെയ്തിരിക്കും. പറയൂ ദേട്ടാ, ഇതുവരെ നമ്മൾ കളിച്ച കളികളൊക്കെ അവരില്ലാതാക്കി. പക്ഷേ ഇനി നമ്മൾ കളിക്കുന്നത് അവരെ ഇല്ലാതാക്കാനാ. കൃഷ്ണേ, നീയും തങ്കവും കൂടി വന്ന് തടഞ്ഞപ്പോ സത്യത്തിൽ ആ നിമിഷം എനിക്ക് ദേഷ്യ തോന്നിയത്.
പിന്നെ സമാധാനമായിട്ട് ആലോചിച്ചപ്പോ നീ ചെയ്തതാ ശരിയെന്ന് തോന്നി. ഓ, അല്ലെങ്കിൽ ഈ സമയം എല്ലാവർക്കും കൂടെ ലോക്കപ്പില് കിടക്കായിരുന്നു. ആ ഇപ്പൊ ബോധം വന്നോ നിനക്ക്? ഇടി, നിനക്ക് ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസം ഉള്ളതല്ലേ? ദുബായ് മാമൻ ആവേശത്തോടു കൂടി സംസാരിക്കുമ്പോ ഇത്തിരി കാര്യഗൗരവത്തോടെ ആലോചിച്ച് നിനക്ക് എന്താ കുഴപ്പം? അവൾ ഒപ്പം തുള്ളാൻ പോയിരിക്കുന്നു. ദേ, എല്ലാവരോടും കൂടെ ആയിട്ട് പറയുക, എടുത്തു ചാടി ഓരോന്ന് ചെയ്തേക്കരുത്. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മളെ ആയിരിക്കില്ല ബാധിക്കുന്നത്, ജയിലിൽ കിടക്കുന്ന ശ്രീനിവാസ സാറിനെ ആയിരിക്കും. അത് മറന്നു പോവരുത്. ആ അല്ലെങ്കിൽ തന്നെ ആ പുഴയോരം വീട് ശ്രീനിവാസ സാറിന്റെ അല്ലേ? അത് കത്തിപ്പോയാ ആ സത്യവതിക്ക് മൂർത്തിക്കും എന്താ നഷ്ടം? ഓ, ഇപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് ബോധം മുളച്ചു അല്ലേ? ഭാഗ്യത്തിനാ ഒരാൾക്ക് ഇങ്ങോട്ട് ഓടി വന്ന് കാര്യം പറയാൻ തോന്നിയത്, അല്ലെങ്കിൽ കാണായിരുന്നു. മോളെ, ഗോപാലമാമ, ഇത് നിങ്ങൾ എല്ലാരും എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന് എനിക്കറിയാം. പക്ഷെ സ്വന്തം ജീവിതം അപകടത്തിലാക്കിയിട്ട് ആരും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ നിലനിന്നാ പോരാ. നമ്മളെല്ലാവരും ഇതുപോലെ ഒന്നിച്ചുണ്ടാവണം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അച്ഛനെ പുറത്തിറക്കണം. പിന്നെ നമ്മളൊന്നും നോക്കണ്ട, എല്ലാം അച്ഛൻ നോക്കിക്കോളും. അത് സത്യം. ശ്രീനിവാസ് സാർ ഒന്ന് നേരിൽ വന്ന് നിന്ന തീരുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. കൃഷ്ണയെ എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞു. ചെറിയ കാര്യമായപ്പോലും പരസ്പരം ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം. ഇതുപോലത്തെ അപകടങ്ങളിൽ പോയി ചാടാതിരിക്കുക. ആ ഗോപാലെ, ഇതിപ്പോ ജയിലിൽ കിടക്കുന്ന ശ്രീനിവാസ് സാറിന് വേദനിച്ചാലും ഗോപാലിന് വേദനിച്ചാലും എനിക്കൊരുപോലെയാ. നിങ്ങളെ രണ്ടുപേരെയും ചെറിയൊരകലത്തിൽ മാറ്റി നിർത്താൻ പോലും എന്നെ കൊണ്ടോ ഇവളെ കൊണ്ടോ പറ്റില്ല. ശ്രീനിവാസ് സാറ് ഇവളുടെ ഒരു വശത്തുണ്ടെങ്കിൽ മറുവശത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗോപാലിനെ. മനസ്സിലായോ? മനസ്സിലായി തങ്കം. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഗോപാലിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. തങ്കം ഏൽപ്പിച്ചു തന്ന ചില ഉത്തരവാദിത്തം ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഗോപാലിനത് നടത്തിയിരിക്കും. നാളെ മുതൽ നമുക്ക് കുറച്ച് കൂടുതൽ ടിക്കറ്റ് എടുക്കണം. അതിന് ഇത്തിരി രാത്രി ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. വിറ്റ് തീർക്കണം. നമുക്ക് കഷ്ടപ്പെടാം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും കഷ്ടപ്പെടാം. മോള് പറഞ്ഞ പോലെ സാറൊന്ന് പുറത്തിറങ്ങിയ പിന്നെ നമ്മള് രാജാക്കന്മാരാ, രാജാക്കന്മാര്. നാളെ കവലയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആളുകൾ കൂവി വിളിക്കില്ലേ നമ്മളെ? അയ്യോ,